ഹായ് ഫ്രണ്ട്സ്, ബീവീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇന്ന് നമുക്ക് റിബൺ കൊണ്ട് എങ്ങനെ വളരെ ഭംഗിയുള്ള ഒരു ഫ്ലവർ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1 ഇഞ്ച് വീതിയുള്ള സാറ്റിൻ റിബണും ഒരു ബീഡും. ഇത് മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. റിബണിനെ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് മടക്കിയെടുക്കുക. അതിൻ്റെ എൻഡിൽ നിന്നും ഇതേപോലെ ഒന്ന് മടക്കി വീണ്ടും ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കുക. അതിനുശേഷം ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെയുള്ള 12 പീസ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. 5 പീസുള്ള ഒരു സെറ്റ്, പിന്നെ 3 പീസുള്ള ഒരു സെറ്റും 4 പീസുള്ള ഒരു സെറ്റുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആദ്യം തന്നെ 5 പീസുള്ള സെറ്റ് എടുക്കുന്നു. എന്നിട്ട് ഇതേപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് മടക്കി എടുക്കുക. അതിനുശേഷം ഒരു ലൈറ്റർ ഉപയോഗിച്ച് അതിൻ്റെ അറ്റത്തൊന്ന് കത്തിച്ചു കൊടുക്കുക. നൂല് പിന്നിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതളുകൾ ഒന്ന് കൂടി ചേർന്ന് നിൽക്കുകയും ചെയ്യും. പിന്നെ സൂചിയും നൂലും ഉപയോഗിച്ച് ഇതേപോലെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഒരു ഇതള് തയ്യാറായിട്ടുണ്ട്. ഇതേപോലെ 5 ഇതളും ചെയ്തെടുക്കുക. ഇതളും ഇതുപോലെ സൂചിയും നൂലും ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് ഇതളുകളൊക്കെ ഒന്ന് അടുത്ത് വെച്ച് നല്ല വൃത്തിയായ രീതിയിൽ ഒന്ന് അടുത്ത് വെക്കുക. ഇതളുകളൊക്കെ ഇതേപോലെ അടുത്ത് വെച്ചതിന് ശേഷം അറ്റത്ത് നല്ല ടൈറ്റായിട്ടൊരു കെട്ടിട്ട് കൊടുക്കുക. ഇപ്പോൾ 5 ഇതളുകൾ റെഡി ആയിട്ടുണ്ട്. അവയെ നല്ല രീതിയിലൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ 4 ഇതളുള്ളതും 3 ഇതളുള്ളതും ഇതേ മെത്തേഡ് വെച്ച് തന്നെ ചെയ്തെടുക്കുക. അഞ്ച് ഇതളുള്ള പീസിൻ്റെ മുകളിൽ 4 ഇതളുകളുള്ള പീസ്, വീണ്ടും 3 ഇതളുള്ള പീസ്. ഈ രീതിയിൽ അവയെ അറേഞ്ച് ചെയ്ത് വെക്കണം. അതിൻ്റെ അറ്റത്ത് മുകൾ വശത്ത് സെൻറ്ററിലായി ഒരു മുത്ത് പിടിപ്പിക്കണം. അപ്പോൾ ആദ്യം തന്നെ 5 ഇതളുള്ള പീസിൽ ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്യുകയാണ്. ഫാബ്രിക് ഗ്ലൂ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഗ്ലൂ ഗൺ തന്നെ ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. 5 ഇതളിൻ്റെ മുകളിൽ 4 ഇതളുള്ള പീസ് വെച്ചു, സ്റ്റിക്ക് ചെയ്തു. വെള്ളം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ അവിടെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുകയുള്ളൂ. ഇതേപോലെ രണ്ടാമത്തെ പീസും ചെയ്തെടുക്കുക. ഇനി മൂന്നാമത്തെ 3 ഇതളുള്ള പീസിനെയും ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് അതിൻ്റെ മുകളിലായി സ്റ്റിക്ക് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് അതിൻ്റെ മുകളിലായി ഭംഗിക്ക് വേണ്ടി ഒരു ബീഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഗോൾഡൻ കളറിലുള്ള ഒരു ബീഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം അതിനെ
ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള റിബൺ ഫ്ലവർ എളുപ്പത്തിൽ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് കുട്ടികളുടെ ഉടുപ്പിലോ അല്ലെങ്കിൽ ഹെയർ ബാൻഡിലോ ഒക്കെ അറ്റാച്ച് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്